സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സഹായം എങ്ങനെ ചോദിക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. അതിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം എങ്ങനെയാണ് നമുക്ക് ഒരു സഹായം ചോദിക്കുന്ന ഒരാളോട്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് സഹായം എങ്ങനെ ചോദിക്കാം, പറ്റില്ല എന്നെങ്ങനെ പറയാം, പറ്റുമെന്നെങ്ങനെ പറയാം, സഹായം വേണോ എന്നൊക്കെ ചോദിക്കാം, എന്നുള്ള വിവിധ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഒരാളോട് എങ്ങനെ സഹായം ചോദിക്കാം എന്ന് പഠിക്കാം. ആദ്യമായിട്ട് കുഡ് യു ഗീവ് മീ എ ഹാൻഡ്, കുഡ് യു ഗീവ് മീ എ ഹാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കൈ തരാമോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഒരു കൈ തരാമോ എന്ന് ചോദിച്ചാൽ ഒരു കൈ സഹായം തരാമോ, അല്ലെങ്കിൽ നിങ്ങളെ എന്നെ ഒന്ന് സഹായിക്കാമോ എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അതല്ലെങ്കിൽ നിങ്ങളുടെ കൈ തരാമോ എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കാമോ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഹാൻഡ് എന്നുള്ളതിന് അർത്ഥം വരുന്നത് ഹെൽപ്പ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഹെൽപ്പ് മീ പ്ലീസ് എന്ന് വേണമെങ്കിലും പറയാവുന്നതാണ്. ഇനിയിപ്പോൾ ഡു യു ഹാവ് മിനിറ്റ് എന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒരു നിമിഷം ഉണ്ടോ, ഒരു നിമിഷം എന്ന് നമ്മൾ പറയത്തില്ലേ, അതിനാണ് ഡു യു ഹാവ് എ മിനിറ്റ്. ഇത് സഹായത്തിന് വേണ്ടിയാണ് ഇത് ചോദിക്കുന്നത്. വുഡ് യു മൈൻഡ് ലെൻഡിങ് മീ എ ഹാൻഡ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. നിങ്ങളുടെ കൈ ഒന്ന് കടം തരാമോ എന്നുള്ളതല്ല. ലെൻഡ് എന്ന് പറഞ്ഞാൽ കടം കൊടുക്കുക, അതല്ല എൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കാമോ. അപ്പോൾ വുഡ് യു മൈൻഡ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ പൊളൈറ്റ് ആകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഓക്കെ, ക്യാൻ ഐ ആസ്ക് യു എ ഫേവർ, ഞാനൊരു സഹായം ചോദിച്ചോട്ടെ, എന്നെ ഒന്ന് സഹായിക്കാമോ എന്നർത്ഥം. ഓക്കെ, ക്യാൻ യു ഡു മീ എ ഫേവർ എന്ന് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കാമോ എന്നുള്ളതാണ്, സെയിം ആണ്. അതല്ലെങ്കിൽ നമുക്ക് പറയാം ഐ നീഡ് എ ബിഗ് ഫേവർ, കുഡ് യു ഹെൽപ്പ് മീ പ്ലീസ്. സെയിം ആണ്, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കാമോ എന്നുള്ളതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സഹായം വേണോ എന്നങ്ങനെ ചോദിക്കാം. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇത് ഞാൻ ഉൾപ്പെടുത്താനുള്ള കാരണം എന്ന് ചോദിച്ചാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചുമ്മാ ഒരാൾ നടന്നു പോകുന്നു, ചട്ടിച്ചട്ടി നടന്നു പോകുന്നു, ഓടിപ്പോയി കയ്യിലോട്ട് പിടിക്കരുത്. അപ്പോൾ അതല്ലെന്നുണ്ടെങ്കിൽ ഒരാൾ നമ്മൾ കണ്ടിട്ട് വളരെ പരിതാപകരമായ അവസ്ഥ എന്നിട്ട് നമ്മൾ ഓടിച്ചെന്ന് നമ്മൾ സഹായിക്കരുത്. നമ്മൾ അവരോട് ചോദിക്കണം നിങ്ങൾക്ക് സഹായം വേണോ എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ ചോദിക്കാം എന്നുള്ളതാണ് ഇവിടെ ഞാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിദേശത്തൊക്കെ ഉള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടാണ്. ഓക്കെ, ക്യാൻ ഐ ഹെൽപ്പ് യു, ഡു യു നീഡ് എ ഹാൻഡ്. ഓക്കെ എന്ന് പറഞ്ഞാൽ സെയിം ആണ്, നിങ്ങൾക്ക് സഹായം വേണോ എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു. ഇത് സാധാരണ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്നുള്ളത് സാധാരണ കടകളിലൊക്കെ ആൾക്കാർ വരുമ്പോൾ പറയുന്ന ഒരു ചോദ്യമാണ്. അതായത് വിൽപ്പനക്കാരൻ, സെയിൽസ്മാൻ ചോദിക്കാവുന്നൊരു ചോദ്യമാണ് വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു. ഓക്കെ, അതല്ലെങ്കിൽ നമ്മളൊരു സഹായം ചോദിച്ചു, ഇനി മറ്റെന്തെങ്കിലും സഹായം വേണോ എന്നങ്ങനെ ചോദിക്കാം. ഈസ് ദർ എനിത്തിങ് എൽസ്, അത് വേറെ എന്തെങ്കിലും വേണോ എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഇനിയിപ്പോൾ സഹായം വേണം എന്നെങ്ങനെ പറയാം. ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും വേണം എന്നുള്ളതാണ് അർത്ഥം. അല്ലെങ്കിൽ നോ പ്രോബ്ലം. നോ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സാധാരണ രണ്ട് രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമ്മളൊരു സഹായം വേണമെന്ന് ചോദിച്ചാൽ അവർ നോ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഓക്കെ, സഹായം വേണം എന്ന് തന്നെ എൻ്റെ അർത്ഥം. ഓക്കെ, അതല്ലെന്നുണ്ടെങ്കിൽ ഷുവർ എന്ന് നമുക്ക് ഉപയോഗിക്കാം. സഹായം വേണ്ട എന്നങ്ങനെ പറയും. സാധാരണ നിങ്ങൾ വിദേശികളെ സഹായിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ സഹായം വേണമെന്ന് ചോദിച്ചാൽ അവർ മിക്കപ്പോഴും പറയുന്ന ഉത്തരം ഇതാണ്, സഹായം വേണ്ട എന്നാണ്. ഓക്കെ, എങ്ങനെയാണ് പറയുന്നത്, ഐ എം ഓക്കെ താങ്ക് യു, അല്ലെങ്കിൽ ദാറ്റ്സ് ഓക്കെ, താങ്ക്സ് ഫോർ ഓഫറിങ്. ഓക്കെ, താങ്ക്സ് ഫോർ ഓഫറിങ് ദ ഹെൽപ്പ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് സാധാരണ ഷോർട്ടായിട്ട് താങ്ക്സ് ഫോർ ഓഫറിങ്. ഓക്കെ, ഐ എം ഓൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഞാൻ ഓക്കെയാണ്, എനിക്ക് സഹായം വേണ്ട എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഐ എം ഫൈൻ താങ്ക് യു എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്, എനിക്ക് സഹായം ആവശ്യമില്ല, ഞാൻ ഓക്കെയാണ് എന്നുള്ളതാണ് അർത്ഥം. ഇനി നമ്മൾ സഹായം ചോദിച്ചു, അപ്പോൾ ഒരാൾ പറയാൻ എനിക്ക് സഹായിക്കാൻ പറ്റത്തില്ല. നമ്മളൊരാളോട് ചോദിച്ചു എനിക്കൊരു 100 രൂപ കടം തരാമോ എന്ന് ചോദിച്ചാൽ അവൻ പറ്റില്ല എന്നങ്ങനെ പറയും. ഓക്കെ, അപ്പോൾ വളരെ പൊളൈറ്റായിട്ട് നമുക്ക് പറയാം ഐ എം സോറി, ഐ എം ബ്രോക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ പൊട്ടി നിൽക്കുകയാണെന്ന് പറയത്തില്ല സാധാരണ, അതാണ് ഐ എം ബ്രോക്ക് എന്ന് പറയുന്നത്. അതല്ല നമ്മൾ പറയുകയാണ് നമ്മുടെ സമയമില്ല എന്നങ്ങനെ പറയും, ഐ എം സോറി, ഐ എം ബിസി റൈറ്റ് നൗ, അല്ലെങ്കിൽ ഐ എം ബിസി അറ്റ് ദ മൊമെൻറ്റ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ റൈറ്റ് നൗ ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊന്നാണ് ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് പറ്റിയായിരുന്നെങ്കിൽ എന്ന്, പക്ഷേ എനിക്ക് പറ്റത്തില്ല. ഇതൊക്കെ വളരെ എന്താണ് ഇച്ചിരി പൊളൈറ്റായിട്ട് പറയുന്നതാണ്. ഓക്കെ, എങ്ങനെയാണ്, ഐ വിഷ് ഐ കുഡ് ബട്ട് ഐ എം ബ്രോക്ക് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ബട്ട് ഐ എം ബിസി റൈറ്റ് നൗ എന്ന് പറയാം. ഐ വിഷ് ഐ കുഡ്, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്, പക്ഷേ എനിക്ക് തന്നെ സഹായിക്കാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ, പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്, എനിക്ക് പറ്റില്ല, എനിക്ക് എന്നെ സാധിക്കില്ല എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ഇപ്പോഴും നമ്മളെ ആരെങ്കിലും സഹായിച്ചു എന്ന് കൂട്ടുക, അപ്പോൾ നമുക്ക് നന്ദി എങ്ങനെ പറയാം, താങ്ക് യു എന്ന് പറയാം. അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ടുള്ളതാണ് ഐ അപ്രീഷിയേറ്റ് ഇറ്റ്, അല്ലെങ്കിൽ ഐ അപ്രീഷിയേറ്റ് ദാറ്റ് എന്ന് പറയാവുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്,
അല്ലെങ്കിൽ ഐ അപ്രീഷിയേറ്റ് ഇറ്റ് എന്ന് തീർച്ചയായിട്ടും ഒരാൾ നമുക്കൊരു സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർക്കാവുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇംഗ്ലീഷ് ഒരു ഇച്ചിരൂടെ നന്നാവും, അതും കൂടെ ചേർക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ആരെങ്കിലും സഹായിച്ചെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? താങ്ക് യു വെരി മച്ച്, ഐ അപ്രീഷിയേറ്റ് ദാറ്റ് എന്നാണ് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഐ അപ്രീഷിയേറ്റ് ദാറ്റ്, താങ്ക് യു വെരി മച്ച് എന്ന് പറയാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്, അല്ലെങ്കിൽ യു ആർ ദ ബെസ്റ്റ്. അതൊക്കെ സാധാരണ കൂട്ടുകാരൊക്കെ തമ്മിൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. യു ആർ ദ ബെസ്റ്റ്, നീയാണ് ഏറ്റവും മിടുക്കൻ, അതായത് നീയാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചതെന്നൊക്കെ ഉള്ള ഉദ്ദേശത്തിലാണ് പറഞ്ഞത് യു ആർ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞത്. ഇനിയിപ്പോഴേ നമുക്ക് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഞാൻ പറയുന്ന കൂടെ നിങ്ങൾ ഭയങ്കര ഉറക്കെ പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ക്യാൻ ഐ ആസ്ക് യു എ ബിഗ് ഫേവർ? ഷുവർ, വാട്ട് ഈസ് ദാറ്റ്? അതെന്താണ്? ഞാനൊരു സഹായം ചോദിച്ചോട്ടെ, അതെന്താണെന്നാണ്. Sure, what is that? Okay, I need 200 rupees. It's really urgent. Oh, I'm sorry, I'm broke. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാം, I wish I could, but I'm broke. Okay, that's okay. Okay, അപ്പോൾ ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, എൻ്റെ കൂടെ ഒന്ന് പറയാം. Can I ask you a big favor? Sure, what is that? I need 200 rupees. It's really urgent. Oh, I'm sorry, I'm broke. I wish I could, but I'm broke. Okay, thank you. ഇനി മറ്റൊന്ന് വേറെ രീതിയിൽ നമുക്ക് ചോദിക്കാം, നമുക്കൊരു സഹായം ചെയ്യാവോ എന്ന് ചോദിക്കാം. അപ്പോഴേ നിങ്ങൾ ഇത് തന്നെയാണ്, നിങ്ങൾ വീണ്ടും എൻ്റെ കൂടെ തന്നെ ഒന്ന് ഉറക്കെ പറയാം. Would you mind lending me a hand? Sure, what can I do for you? Could you open the door for me? നിങ്ങൾ ഈ വാതിലൊന്ന് തുറക്കാമോ? No problem. Is there anything else? No, that's it. Thank you very much. അല്ലെങ്കിൽ താങ്ക് യു. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. നിങ്ങൾ ഉറക്കെ എൻ്റെ കൂടെ ഒന്ന് പറയുക. വുഡ് യു മൈൻഡ് ലെൻഡിങ് മീ എ ഹാൻഡ്? ഷുവർ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? കുഡ് യു ഓപ്പൺ ദ ഡോർ ഫോർ മീ? നോ പ്രോബ്ലം. ഈസ് ദർ എനിത്തിങ് എൽസ്? നോ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു വെരി മച്ച്, അല്ലെങ്കിൽ താങ്ക് യു. ഇവിടെ തന്നെ കുഡ് യു ഓപ്പൺ ദ ഡോർ ഫോർ മീ പ്ലീസ് എന്ന് പറയാം, അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് ഓപ്പൺ ദ ഡോർ ഫോർ മീ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാവുന്നത്. അപ്പോൾ നിങ്ങൾ താഴെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, എന്നെ ഒന്ന് സഹായിക്കാമോ എന്നുള്ള ഒരു സെൻറ്റൻസ്, പിന്നെ എന്നാ വിഷയമില്ലല്ലോ, പ്രശ്നമില്ല, സഹായിക്കാമെന്നുള്ള അതിൻ്റെ ഉത്തരം. അതല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു ഉത്തരം, അയ്യോ ക്ഷമിക്കണം കേട്ടോ, ഞാൻ കുറച്ച് ധൃതിയിലാണ് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഉത്തരം ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിലത്തെ ഒരു ലവ്, അതായത് നിങ്ങൾക്കറിയാമല്ലോ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ലവ് ഞാൻ അടിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ഈ ചാപ്റ്റർ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറഞ്ഞ 5 പേർക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യം മുതലുള്ള ചാപ്റ്ററുകൾ കാണാൻ വേണ്ടി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ പാഠങ്ങൾ സൗജന്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.